ഹായ് എല്ലാവർക്കും ഒരു OTT അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകൾ OTT റിലീസുമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സിനിമകളുടെ OTT ഡേറ്റും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സിനിമകളും അറിയാൻ പറ്റും. തത്താപ്പച്ച, അങ്ങനെ വലതുവശത്തെ കള്ളൻ, കുറ്റം തവീർ, ഒരുപാട് സിനിമകളുടെ OTT പ്രകമ്പനം തുടങ്ങിയ സിനിമകളുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം. OTT റിലീസായ ഒരു തമിഴ് സിനിമയാണ് കുറ്റം തവീർ. ഇതൊരു ഭയങ്കര ഒരു ഇമോഷണൽ സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ജിത്തു ജോസഫിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് വലതുവശത്തെ കള്ളൻ. വിജു മേനോനും ജോജു അഭിനയിച്ചൊരു ചിത്രമാണ് വലതുവശത്തെ കള്ളൻ. കുറേ നാളുകൾക്ക് ശേഷമാണ് ജിത്തു ജോസഫിനൊരു പടം വരുന്നത്. ത്രില്ലർ സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ഈ പടം വിചാരിച്ചത്ര ഹിറ്റായില്ല. പടം തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമയാണ് വലതുവശത്തെ കള്ളൻ. സിനിമയുടെ OTT ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനോരമ മാക്സിൽ ഈ മാസം അവസാനം റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം കണ്ടവരാണെങ്കിൽ പടത്തിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണേ. അങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രകമ്പനത്തിൻ്റെ OTT തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗണപതിയും സാഗർ ഏലിയാസും കൂടെ അഭിനയിച്ച സിനിമയാണ് പ്രകമ്പനം അത്യാവശ്യം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. പ്രകമ്പനത്തിൻ്റെ OTT തീയതി ഏപ്രിൽ 2-ന് നെറ്റ്ഫ്ലിക്സിലാണ് പടം OTT റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം കണ്ടവർ കമൻറ്റായി രേഖപ്പെടുത്തുക പടം എങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് OTT റിലീസ് വന്ന ഒരു തമിഴ് കോമഡി സിനിമയാണ് കാക്ക. ഒരു വെറൈറ്റി പേര് തന്നെയാണ് പടം ഭയങ്കര ഒരു കോമഡി എൻ്റർടൈനർ സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. നമ്മളങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചത്താപ്പച്ചയുടെ OTT തീയതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർജുൻ അശോകൻ നായകനായിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് ചത്താപ്പച്ച. അത് തിയേറ്ററിൽ വിജയമായ ഒരു സിനിമയാണ്. അർജുൻ അശോകനെ കൂടാതെ മമ്മൂട്ടി ഇതിലൊരു പ്രധാന കാമിയോ റോളിൽ വരുന്നൊരു ചിത്രം കൂടിയാണ് ചത്താപ്പച്ച. ഏപ്രിൽ മാസം 19 നെറ്റ്ഫ്ലിക്സിലാണ് പടം OTT റിലീസ്. തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം. ഇന്ന് OTT വന്നൊരു സിനിമയാണ് നേരെറിയും നേരത്ത്. ഇതൊരു ചെറിയൊരു കുഞ്ഞൊരു സിനിമയാണ്. ഈ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടൊരു സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തു. ഞാൻ ഈ സിനിമ കണ്ടില്ല, ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന T OTT റിലീസായിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് പടം OTT റിലീസായിരിക്കുന്നത്. ജീവയ്ക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു നല്ലൊരു സിനിമ വരുന്നത്. ജീവയുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും നല്ല സിനിമയാണ് T എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളിയായ നിതീഷ് സഹദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പടം ഒരു മലയാളം രീതിയിലാണ്, ഒരു മലയാളി ടച്ചുള്ള രീതിയിലാണ് പടം ചെയ്തിരിക്കുന്നത്. ഒരു മലയാളം പടം കാണുന്ന പോലെയാണ്. പടം അടിപൊളി ഒരു സിനിമയാണ്. നല്ലൊരു തിയേറ്ററിൽ എനിക്കൊരു മിസ്സായ സിനിമയാണ്. സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയായിരുന്നു. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ.